നടിയെ ആക്രമിച്ച കേസിൽ ഊമക്കത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടതിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ ഭിന്നത രൂപപ്പെടുന്നു. അസോസിയേഷൻ പ്രസിഡന്റിനെ തള്ളി എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അസോസിയേഷൻ തീരുമാനപ്രകാരമല്ല പ്രസിഡന്റ് കത്ത് നൽകിയത് എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറയുന്നു. അതേസമയം വിഷയം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിൽ ഉള്ളതിനാൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് അസോസിയേഷൻ സെക്രട്ടറിയുടെ വിശദീകരണം. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ കൂടിയാലോചനകളൊന്നും നടത്താതെ ഏകപക്ഷീയമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്നാണോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും സെക്രട്ടറിയുടെയൊക്കെ നിലപാട്? എന്താണ് ഇക്കാര്യത്തിലൊരു ഭിന്ന സ്വരങ്ങൾ ഉയരുന്നത് ബിനിൽ? പ്രതീക്ഷ, ഇക്കാര്യത്തിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷനിൽ ഒരു ഭിന്നത ഉണ്ടായിരിക്കുകയാണ്. പ്രസിഡന്റിനെ തള്ളി എക്സിക്യൂട്ടീവ് രംഗത്ത് വരുന്നു. എക്സിക്യൂട്ടീവിന് വേണ്ടി അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അസോസിയേഷന്റെ തീരുമാനമോ അറിവോ ഇല്ലാതെയാണ് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് കത്ത് ചീഫ് ജസ്റ്റിസിന് കൈമാറിയിരിക്കുന്നത് എന്നതാണ്. ഈ നേരത്തെ കിട്ടിയ ഊമക്കത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ജഡ്ജിമാരുടെ വിശ്വാസ്യതയിലൊന്നും തങ്ങൾക്ക് തരിമ്പ് പോലും സംശയമില്ല. പക്ഷേ ഇത്തരത്തിലൊരു കത്ത് കൈമാറിയിരിക്കുന്നു. അത് അസോസിയേഷന്റെ ഒരു തീരുമാനപ്രകാരമല്ല പ്രസിഡന്റ് ചെയ്തിരിക്കുന്നത്. അതായത് പ്രസിഡന്റിന്റെ സ്വന്തം നിലയിൽ ആ കത്ത് കൈമാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ അസോസിയേഷന്റെ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. പക്ഷേ ആ ലെറ്റർ ഹെഡ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അസോസിയേഷന്റെ ലെറ്റർ ഹെഡിൽ തന്നെ ഫയൽ നമ്പർ അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഔദ്യോഗികമായി തന്നെയാണ് ആ കത്ത് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഡ്വക്കേറ്റ് അസോസിയേഷൻ പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇത് വിഷയം ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലാണുള്ളത്. അതുകൊണ്ട് തങ്ങൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിലെ വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ആ വിധിന്യായത്തിൽ ആരെയൊക്കെ വെറുതെ വിടും, ആരെയൊക്കെയാണ് ശിക്ഷിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജസ്റ്റിസ് കമാൽ പാഷയും എന്നതടക്കം ബില്ലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 5-നാണ് കമാൽ പാഷ ഈ പോസ്റ്റ് വഴി കത്ത് കിട്ടിയതപ്പോൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരുന്ന തരത്തിലുള്ള വിവരങ്ങളാണ്, അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് ബി കെമാൽ പാഷയ്ക്കും സമാനമായ രീതിയിലൊരു കത്ത് കിട്ടിയിരുന്നു എന്നതാണ്. അദ്ദേഹത്തിനും ഈ അസോസിയേഷന് കിട്ടിയിരിക്കുന്ന സമാനമായ കത്താണ് കിട്ടിയിരിക്കുന്നത്. പോസ്റ്റ് വഴിയാണ് അദ്ദേഹത്തിന് കത്ത് കിട്ടിയത്. ആ കത്തും ഈ വിധി വരുന്നതിന് മുൻപ് തന്നെയാണ് ആ കത്ത് വന്നിരിക്കുന്നത്. ആ കത്തിലും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ കാര്യം കമാൽ പാഷ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.